ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത് നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് വന്നത്. ഓണമെല്ലാം വരുന്നല്ലേ, ഓണത്തിന് പായസവും സദ്യയും മറ്റേ സാമ്പാറും മറ്റേ പുളിശ്ശേരിയും എരിശ്ശേരിയും നിന്നിട്ട് എല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനായിട്ടൊരു പായസം ഞാൻ റെഡിയാക്കിയിട്ട് കാണിക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സേമിയ പായസമാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ അത്രയും നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറേ കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ട, ഒന്ന് സേമിയ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള നെയ്യിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റിലല്ലേ നമുക്ക് കുറച്ച് നെയ്യ് അധികം യൂസ് ആക്കാനുണ്ട്. അപ്പോൾ നെയ്യ് ഫസ്റ്റ് തന്നെ കുറേ യൂസ് ആക്കണ്ട. അപ്പോൾ എന്നിട്ട് ഞാൻ 1 കപ്പ് സേമിയ എടുക്കുന്നത്. സേമിയ ഞാൻ ചെറിയ സേമിയ ഉണ്ടല്ലോ, വറുത്ത സേമിയ ഉണ്ടല്ലോ, നേർത്തിട്ടുള്ള ചെറിയ സേമിയ, അതാണ് എടുക്കുന്നത്. അത് നല്ലപോലെ പൊടിച്ചിട്ട് 1 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ നെയ്യിലിട്ട് നല്ലപോലെ ഒരു വറുത്തെടുക്കണം. ചെറിയ തീയിലാക്കി വെച്ചിട്ട് 1-2 മിനിറ്റ് സമയം മതി. അത്രയും വറുത്തെടുത്താൽ മതി. ഇത് ആ നെയ്യിലെല്ലാം മിക്സായിട്ട് ഒരു മണം വരാൻ വേണ്ടിയിട്ട് മാത്രം. എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഞാൻ 1 മണിക്കൂർ മുന്നേ തന്നെ കുറച്ച് സാഗുരി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കണം. 1 കപ്പ് വെള്ളത്തിൽ ഞാൻ ആ സാഗുരി കുതിരാൻ വെച്ചത്. 1.5 കപ്പ് വെള്ളം ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് ഈ സാഗുരിയും മറ്റേ സേമിയ എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഒരുപോലെ മിക്സാക്കി എടുത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ആവശ്യമുണ്ട്. ഏലക്കായ നിങ്ങൾക്ക് പഞ്ചസാരയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതല്ല അതിൻ്റെ കുരു എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഞാനൊരു 4 ഏലക്കായ ഞാൻ ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല കുരുവൊന്നും എടുക്കുന്നില്ല, എടുത്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതുപോലെ ചേർത്തെടുത്തത്. കുരുവൊന്നും ഞാൻ കുരു എടുത്തിട്ട് ചേർത്തിട്ട് മാത്രം കുരു എടുത്തിട്ട് അല്ലെങ്കിൽ പഞ്ചാരയിൽ ഇട്ടിട്ട് വെച്ചിട്ട് പൊടിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് സമയം വേവിച്ചാൽ മതി. ചെറിയ സേമിയ കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ടില്ലേ, വെള്ളം ഒന്ന് ചെക്ക് ആയിക്കണം. വെള്ളം മതിയാകുന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായി. എന്നിട്ട് അത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിന്. 2 കപ്പ് 3 കപ്പ് പാലെല്ലാം ചേർത്ത് കൊടുക്കുക. ഇത്രയും സേമിയൊക്കെ ഞാൻ 2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് പാല് ചേർത്ത് കൊടുത്തെങ്കിൽ ഒരു കറക്റ്റ് ഒരു ഇതായിട്ട് കിട്ടും. കുറച്ച് കട്ടിക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ 2 കപ്പ് ചേർത്താൽ മതി. അതല്ലെങ്കിൽ 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക. അതെല്ലാം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 മിക്സ് ആക്കിയിട്ടാണ് എടുത്തത്. 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മധുരം ചെക്കാക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മധുരം ഒന്ന് ചെക്കാക്കിയിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്തുകൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കണം, അതില്ലെങ്കിൽ അടിയിൽ പിടിച്ചോ. അതിന് ഫാസ്റ്റ് തീരിട്ട് തന്നെ നമുക്കിത് ഒന്ന് ഇങ്ങനെ കയ്യിൽ ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയ്യിലിട്ട് ഒന്ന് ഇളക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ടാവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തേനെ. ഇത് ഞാനിപ്പോൾ മധുരം ചെക്കാക്കി നോക്കും. മധുരം തെയ്യാത്തത് കൊണ്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പിൻ്റെ കപ്പാണ്. അതിൽ പിന്നെ 1/2 കപ്പ് പഞ്ചാര ഞാൻ ചേർത്ത് കൊടുത്തിന്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിന്, മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിന്. മഞ്ഞൾപ്പൊടി ഇത് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ചേർത്തതല്ല, ഒരു ഫേവറേറ്റിന് അങ്ങനെ ഒന്നും ചേർത്തതല്ല. ഇത് മഞ്ഞൊരു കളർ, ചെറിയൊരു ലൈറ്റ് മഞ്ഞായിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കളർ ചേർക്കുന്നതിനായിട്ട് ഇത്ര നല്ലതല്ലേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കളറിന് പകരമായിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും. പാലെല്ലാം ചേർത്ത് നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടി കുറവ് വേണമെന്നിട്ടുണ്ടെങ്കിൽ, ലൂസായിട്ട് വേണമെന്നിട്ടുണ്ടെങ്കിൽ 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 കപ്പ് പാൽ ചേർത്തതിന് അതിന് പകരം 3 കപ്പ് പാൽ ചേർത്ത് കൊടുത്തെങ്കിൽ നല്ല ലൂസ് പരുവത്തിലായിട്ട് കിട്ടും. ഇത് കുറച്ച് കട്ടിക്കായിട്ടുള്ള പായസമാണ് ഞാൻ റെഡിയാക്കിയത്. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ സേമിയ എടുക്കുന്നത് കൊണ്ടില്ല, നമുക്ക് നല്ലൊരു പായസമായിട്ട് കിട്ടുന്നുണ്ട്. വലിയ സേമിയ ആകുമ്പോൾ കുറച്ചധികം വേവിക്കേണ്ടി വരുന്നു. പിന്നെ പാലും ആ പായസത്തിന് ആ സേമിയ ഉണ്ടല്ലോ, അതും ഒന്നിങ്ങനെ വേറെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
എന്നിട്ട് ഇത് ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് 2 ടീസ്പൂണിൻ്റെ അടുത്തോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് മറ്റേ ബദാം ഉണ്ടല്ലോ അത് ഒന്ന് പൊടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമിന് പകരം അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബദാം ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലൊരു ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരുന്നത് നല്ലൊരു ഒന്ന് പൊങ്ങി വരുന്നില്ലേ, ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ആ പായസത്തിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി പായസമായിട്ടുണ്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്കില്ലേ പിന്നെ ഒരു ടേസ്റ്റ് കൂട്ടാനൊരു ട്രിക്ക് ഉണ്ടാവും. എന്തെന്നില്ലെങ്കിൽ പച്ച നെയ്യ് ഉണ്ടല്ലോ, പച്ച നെയ്യ് അത് ഒരു 1/2 ടീസ്പൂണോളം ഇതുപോലെ മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയത്തോളം ഒന്ന് മൂടി വെക്കണം. ഇത് തീയൊന്നുമില്ല, തീയെല്ലാം ഓഫാക്കിയിട്ട് ഞാൻ ഇറക്കി വെച്ച പിന്നല്ലേ ഞാൻ ഇതിലേക്ക് എല്ലാം നെയ്യിൽ മറ്റേ ബദാമെല്ലാം ഒന്ന് തളിച്ച് വെച്ചത്. അപ്പോൾ തീയൊന്നും ഇല്ലാതെ ഒരു 5 മിനിറ്റ് സമയം അങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമുക്കത് പാത്രത്തിൽ വിളമ്പിയെടുത്ത് നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. ഇത് ഞാനൊന്ന് പാത്രത്തിൽ വിളമ്പിയിട്ട് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഓണമെല്ലാം വരുന്നതല്ലേ, ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ. അപ്പം കടലപ്പായസത്തിൻ്റെതും ഉണ്ടാക്കണമെന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അതും ഉണ്ടാക്കി കാണിക്കാം. നല്ല അടിപൊളി പായസമുണ്ട്, കടലപ്പായസം. അപ്പോൾ ഇത് പായസം റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നവരെല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം സബ്സ്ക്രൈബ് ആയിക്കോണേ. പിന്നെ നിങ്ങൾ കമൻറ്റ് എന്തെങ്കിലും ഒന്ന് ഇട്ടോളൂ, എന്ത് കമൻ്റ് ആയെങ്കിലും